ഇനിയുള്ള പ്രവർത്തനം ഒരുമിച്ചാണെന്ന് ഇന്നലെ വേദിയിൽ ഉറക്കെ പ്രഖ്യാപിച്ച് കൈകോർത്ത് നിന്നവരൊക്കെ ഇരുട്ടിന്റെ മറവിൽ പരസ്പരം വഴക്കടിച്ചു തുടങ്ങി. ഇന്ന് നേരം പുലർന്നതോടുകൂടി പലരും മുടക്കിപ്പിരിഞ്ഞ് അവരുടെ വഴിക്ക് പോയി. ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു വാക്യം മാത്രം ഇപ്പോഴും ബാക്കിയാവും. സുധാകരനെ മാറ്റിയതിനുള്ള അതൃപ്തി ഒരു വിഭാഗത്തിന് അതിശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സണ്ണി ജോസഫിനോടുള്ള അതൃപ്തി മറ്റൊരു ഭാഗത്തും. നേതൃമാറ്റത്തിനു പിന്നാലെ അതൃപ്തി പ്രകടിപ്പിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി രംഗത്തു വന്നതോടെയാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമായത്. എന്നാൽ കൊടിക്കുന്നിലിന്റെ അഭിപ്രായത്തെ തള്ളി മറ്റു നേതാക്കൾ രംഗത്തെത്തി. അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ കൊടിക്കുന്നിൽ നേരിട്ട് AICCയെ അറിയിക്കണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൽ നിന്ന് KPCC അധ്യക്ഷന്മാർ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിന്റെ വിമർശനം. അതൃപ്തികളെ കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. KPCC വർക്കിംഗ് പ്രസിഡന്റ് ഉൾപ്പെടെ ദളിത് വിഭാഗത്തിൽ നിന്നാണെന്ന് പറഞ്ഞ് MM ഹസനും കൊടിക്കുന്നിലിനെ തള്ളി. കേരളത്തിൽ എല്ലാ കാലത്തും കോൺഗ്രസിൽ ദളിത് പ്രാതിനിധ്യം കൂടുതൽ ഉണ്ടായിട്ടുണ്ടെന്നും ഹസൻ പറഞ്ഞു. എന്നാൽ പുതിയ പ്രസിഡന്റ് ചുമതലയിട്ട ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പലരും വിട്ടുനിന്നതോടെ അതൃപ്തി പ്രകടമായി തന്നെ വ്യക്തമായി. സുധാകരനടക്കമുള്ള മുതിർന്ന നേതാക്കളിൽ പലരും ചടങ്ങിൽ പങ്കെടുക്കാഞ്ഞത് പുതിയ നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണമാണെന്നാണ് വിമർശനമുയരുന്നത്. എന്നാൽ നേതാക്കന്മാരെല്ലാം തിരക്കുള്ളവരാണെന്നും അതിനാലാണ് വരാത്തതെന്നുമാണ് ഹസൻ അടക്കമുള്ള നേതാക്കളുടെ ന്യായീകരണം. സുധാകരന് തന്നോട് പ്രശ്നമില്ലെന്നും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് യാത്രയാക്കിയതെന്നും സണ്ണി ജോസഫും പ്രസ്താവന ഇറക്കി. എങ്കിലും കോൺഗ്രസ് പുനഃസംഘടനയിലും നേതാക്കൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചത് വീണ്ടും കല്ലുകടിയായി. ഹൈക്കമാൻഡ് വിളിച്ച ചർച്ചയ്ക്ക് മുൻ അധ്യക്ഷന്മാരടക്കമുള്ളവർ പങ്കെടുക്കുന്നില്ല. മനസ്സില്ലാ മനസ്സോടെയാണ് സുധാകരൻ നേതൃസ്ഥാനം ഒഴിഞ്ഞതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നേതാക്കളുടെ പ്രസ്താവനകൾ. അടിച്ചു പുറത്താക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. VM സുധീരൻ, K മുരളീധരൻ, K സുധാകരൻ എന്നീ നേതാക്കൾ ചർച്ചയ്ക്ക് എത്തിയിട്ടില്ല. മുൻ അധ്യക്ഷന്മാരെന്ന നിലയിൽ രമേശ് ചെന്നിത്തലയും MM ഹസനും മാത്രമാണ് ചർച്ചയ്ക്ക് എത്തിയിട്ടുള്ളത്. അതേസമയം ഹസനെ മാറ്റിയതിൽ അതൃപ്തി രേഖപ്പെടുത്തി മുസ്ലിം ലീഗും രംഗത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഹൈക്കമാൻഡ് യോഗം വിളിച്ചത്. നേതൃമാറ്റത്തിലെ അതൃപ്തിയാണ് കാരണമെന്ന് വ്യക്തമാണ്. ചിലരുടെ തീരുമാനങ്ങൾ പ്രകാരമാണ് അധ്യക്ഷനെ തീരുമാനിച്ചത് എന്നാണ് ഉയരുന്ന വിമർശനം. ഐക്യത്തോടെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഭിന്നിപ്പിന്റെ കാഹളമാണ് KPCCയിൽ മുഴങ്ങുന്നത്. KC വേണുഗോപാൽ തന്നിഷ്ടപ്രകാരമാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് ഭൂരിഭാഗവും പരാതി ഉന്നയിക്കുന്നത്. UDF കൺവീനറെ മാറ്റിയത് പൊടുന്നനെയുള്ള തീരുമാനമാണെന്നും ചർച്ചയില്ലാതെ നടത്തിയതാണെന്നുമാണ് വിമർശനം. KC വേണുഗോപാൽ തന്റെ ഇഷ്ടക്കാരെ കമ്മിറ്റിയിൽ തിരികെ കയറ്റുന്നുവെന്നും ഹൈക്കമാൻഡിലും കേരളത്തിലും ഒരു നേതാവ് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് KC വേണുഗോപാലിന്റെ കൈകളിൽ കോൺഗ്രസ് എത്തിയെന്നുമാണ് മറ്റൊരു വിഭാഗത്തിന്റെ വിമർശനം. എന്നാൽ മണ്ഡലത്തിലെ അസൗകര്യങ്ങളാണ് MPമാർ പുറമെ കാരണമായി പറയുന്നത്. പുതിയ അധ്യക്ഷനെ നിയമിച്ച ചടങ്ങിൽ 7ഓളം MPമാരാണ് പങ്കെടുക്കാതിരുന്നത്. ഒരു ഗ്രൂപ്പിനെ പൂർണ്ണമായി അവഗണിക്കുകയാണെന്നും KC പക്ഷം കോൺഗ്രസിൽ ആധിപത്യം നേടുകയാണ് എന്നുമാണ് വിമർശനം. പ്രശ്നങ്ങൾ പരസ്യമായി പ്രകടമായിട്ടും കോൺഗ്രസിൽ സമാധാനം മാത്രമാണ് ഉള്ളതെന്നാണ് പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാദം. ഇത്തരത്തിൽ സണ്ണി ജോസഫിന് മാത്രമാണ് മൊത്തം നേതൃമാറ്റത്തിൽ അസംതൃപ്തി ഇല്ലാത്തതെന്ന് വേണമെങ്കിൽ പറയാം.